ഇത് പഴയ എൻ്റെ ഒരു കേട് വന്ന റെയിൻ കോട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ താഴത്തെ പോർഷൻ ഫുള്ളായിട്ട് കീറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ റെയിൻ കോട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു റെയിൻ കോട്ടായിരുന്നു. കാരണം പണ്ട് ആദ്യത്തെ റെയിൻ കോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 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 വലിയൊരു കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ റെയിൻ കോട്ടായിരുന്നില്ല. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി. അപ്പോൾ ഞാൻ അങ്ങനെ ആശിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെയിൻ കോട്ടായിരുന്നു കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് തന്നെ തോന്നുന്നുണ്ട് പെട്ടെന്ന് അത് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബൈക്കിൻ്റെ ഒക്കെ ബാക്കിലിരുന്ന് പോകുന്ന സമയത്ത് ഈ താഴത്തെ പോർഷൻ ഇങ്ങനെ റെയിൻകോട്ടിന് അവിടെ ഇങ്ങനെ വിണ്ട് വരും, അങ്ങനെ കീറിപ്പോയതാണിത്. അപ്പം ഞാനിത് വെറുതെ കുറേ കാലം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് തോന്നിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാനിത് വെച്ചിട്ട് ഒരു ജാക്കറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ജാക്കറ്റിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരു 24-25 ആ ഒരു ലെവലിൽ ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡും അതുപോലെ തന്നെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഹോസ്റ്റലിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. സോ എനിക്ക് കുറച്ചധികം സ്ഥലമേ ഉള്ളൂ, അങ്ങനെ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര അടിപൊളി ഷോർട്സ് ആയിരിക്കില്ല, കാണുമ്പോൾ ചിലപ്പോൾ നീറ്റ്നെസ് കുറവുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ വീഡിയോസൊക്കെ കാണാൻ. അപ്പം ഞാൻ രണ്ട് സൈഡിൽ എൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റെയിൻ കോട്ട് ഭയങ്കര വിടുത്തുള്ളതായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഒരു വലിയൊരു സൈസുള്ള റെയിൻ കോട്ടായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കോമൺ സൈസാണല്ലോ ഉള്ളത്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ താഴത്ത് നമ്മൾ മാർക്ക് ചെയ്തത് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന്ന് ആ കട്ട് ചെയ്ത് കളഞ്ഞൊന്നും ഒരിക്കലും കളയരുത് കേട്ടോ, ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് സെൻറ്റർ ഞാൻ ഇതുപോലെ ഇങ്ങ് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ വരച്ച വരയുണ്ടല്ലോ, അത് നട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ജാക്കറ്റിന് ടോട്ടൽ എത്ര വിടുത്ത് വേണം എന്നുള്ളതാണ്. ജാക്കറ്റാണല്ലോ, ഒബ്വിയസ്ലി നമ്മൾ കുറച്ച് ലൂസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും നമ്മൾ നോർമൽ എടുക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസിൽ, കാരണം നമുക്ക് ഫിറ്റായിട്ട് ഇരിക്കരുതല്ലോ, കുറച്ച് ലൂസിലല്ലേ ഫുൾ ജാക്കറ്റായിട്ട് ഇത് കിടക്കേണ്ടത്. അപ്പോൾ കുറച്ച് ലൂസിൽ ഞാൻ ആം ഹോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. താഴത്തെ പോർഷനോ എല്ലാം കുറച്ച് ലൂസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് എന്തായാലും തെറ്റിപ്പോയാലൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും കുറച്ച് അധികം സീം അലവൻസ് ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ലാസ്റ്റാണ് അത് ഫുള്ളായിട്ട് വെട്ടി കൊടുക്കാറ്. ഇതിപ്പോൾ ഉണ്ടോ, ഞാൻ ആം ഹോള് ഒന്ന് കേർവ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ വരച്ച ആ സൈഡിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ആദ്യം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഈ റെയിൻ കോട്ടല്ലേ സ്റ്റിച്ച് അതിൽ പിടിക്കുമോ, സ്റ്റിച്ച് ചെയ്താൽ നന്നായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. പക്ഷേ ഫൈനൽ ലുക്ക്, ട്രസ്റ്റ് മീ ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആരും അത് കാണുമ്പോൾ അത് റെയിൻ കോട്ടാണ് എന്നൊരു തോന്നൽ ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റെയിൻ കോട്ട് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ജാക്കറ്റാണല്ലോ, സോ നമ്മൾ സെൻറ്റർ കൂടെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എല്ലാ ഇത് റെയിൻ കോട്ട് ആയതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കെയർ ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി എന്തെങ്കിലും അവിടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കീറി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോഴുള്ള സ്ലീവിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. ഇതും നമുക്ക് ആവശ്യമുണ്ട്, ഇതും നിങ്ങൾ കളയരുത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എവിടെയെങ്കിലും കേടുണ്ടോ, എവിടെയെങ്കിലും വേറെ കീറിപ്പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് രണ്ടും സെയിം ആയിട്ട് വെച്ച് കൊടുക്കുക. സെയിം വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഈ പറയുന്നത് ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കണ്ടോ, നമ്മൾ ഓൾറെഡി ആം ഹോൾ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നമ്മളെ ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കേർവിനനുസരിച്ചിട്ട് ഇതുപോലെ ചോക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ സെയിം അവിടെ ബാക്കിയുള്ള പോർഷൻ, എക്സിസ്റ്റിംഗ് പോർഷൻ കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്നത് റെയിൻ കോട്ടിൻ്റെ താഴെ ഉണ്ടാവില്ലേ ആ ഒരു സംഭവം കേട്ടോ. അത് ഞാൻ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും മനുഷ്യരും അതും എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞാനൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സിൻ്റെ ബാലൻസ് പീസാണ് കേട്ടോ. ആൾക്കത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു. സോ ആ ലെങ്ത്തിൻ്റെ ബാക്കിയുള്ള പോർഷനാണിത്. അപ്പോൾ എനിക്ക് ആ റെയിൻ കോട്ടിലേക്ക് ഇതിൻ്റെ കളറ് മാച്ചായി തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മാച്ചായിട്ടുള്ള കളേഴ്സ് വരുന്ന കുറച്ച് ക്ലോത്തുകളുടെ ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സ്ക്വയർ ഞാൻ ആക്ച്വലി ഇങ്ങനെ കറക്റ്റ് ഇത്ര സ്ക്വയറിൽ അങ്ങനെയൊന്നല്ല കട്ട് ചെയ്തിട്ടുള്ളത്. ചില സ്ക്വയറുകൾ വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അങ്ങനെ ഒരു റാൻഡം മെഷർമെൻറ്റിൽ അങ്ങ് കട്ട് ചെയ്തിട്ടില്ല, കാണുമ്പോൾ ഒരു വൃത്തി
അത്രേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് കണ്ടോ 4 സൈഡും ഇതുപോലെ, അതായത് നൂല് ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫുൾ 4 സൈഡും വിളക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മളിത് സ്റ്റിച്ച് ചെയ്യും, എന്നാലും ഒന്നും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇപ്പം ഞാൻ റെയിൻകോട്ടിൻ്റെ താഴത്തെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ പോർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് എവിടെ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിലും നമ്മളെ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ, ഓപ്പണിങ് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ ഓപ്പണിങ്, ആ ഓപ്പണിങ്ങിൻ്റെ അവിടെയാണ് ഇത് വരുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു നീറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ആ സ്ക്വയേഴ്സ് ഇങ്ങനെ വെച്ച് നോക്കുക ചെയ്തത്, ഭംഗിയുണ്ടോ, എവിടെയൊക്കെ വെച്ചാലായിരിക്കും നന്നായിരിക്കുക, അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ പിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഫുൾ റെയിൻകോട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ സ്ക്വയേഴ്സ് ഓരോന്നോരോന്നായിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ എനിക്കത് ഒരു ഫിനിഷിങ് കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഡാർക്ക് കളർ ത്രെഡ് എടുത്തിട്ട് ഓൾ ഓവർ ഫുൾ ആ റെയിൻകോട്ടിന് ഇങ്ങനെ സ്ക്വയറായിട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി സിമ്പിൾ പ്രോസസ്സല്ല, കുറച്ച് പണിയെടുക്കാനുണ്ട്. ബട്ട് ഫൈനൽ ലുക്ക് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയധികം പണിയെടുത്തു എന്നൊന്നും നമുക്കതിൽ തോന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രൊഡക്റ്റായിരുന്നു ഇത്. നമ്മളിപ്പോൾ സ്ലീവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്തിട്ട്, അങ്ങനെ സ്ലീവിൻ്റെ ആ ഒരു സൈഡും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് സ്ലീവിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഈ ജാക്കറ്റിൻ്റെ ബാക്ക് സൈഡിലും ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ സ്ക്വയേഴ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടലി കാണുമ്പോൾ ഒരു ഭംഗിക്കനുസരിച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി. അത് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കുറച്ച് കളേഴ്സ് ഇവിടെ വരിക, കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് അവിടെ വരിക. അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കൊരു രസം തോന്നുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്വയേഴ്സ് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്ലീവും ഇതുപോലെ തന്നെ ഞാൻ പിൻ ചെയ്തിട്ട് കൊടുത്തിട്ടാണ്. സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ നമ്മൾ ഫ്രണ്ടിലും ചെയ്തത്, ഈ ജാക്കറ്റിൻ്റെ ബാക്കിലും ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാം. എന്നിട്ട് ആദ്യം ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആ സ്ക്വയേഴ്സൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ദെൻ നമ്മൾ സ്ക്വയർ പോലെ വരുന്ന രീതിയിൽ ഫുള്ളി അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഫാഷൻ മേക്കർ മെഷീൻ ആയതുകൊണ്ട് ആ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് പിന്നെയൊക്കെ സ്റ്റിച്ച് ചെയ്തത്. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. എങ്ങനെയുണ്ട് കാണാനും, ഭംഗിയില്ലേ? ഇത് റെയിൻകോട്ടാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള റിസൾട്ടായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇതിൻ്റെ റീലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്തത്, ഇത് ഞങ്ങൾക്ക് ചെയ്തു തരുമോയെന്നൊക്കെ. ആക്ച്വലി ഞാനിതിങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നല്ലായിരുന്നു, ബട്ട് എനിക്ക് ഇഷ്ടമായി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയാം.